ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് കരിമാംഗല്യത്തിനെ പറ്റിയാണ്. കരിമാംഗല്യം അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകളായിട്ടോ സ്പോട്സ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞ് അങ്ങനെയായിരിക്കും ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് സ്പ്രെഡായിട്ടാണ് മൊത്തം നമ്മുടെ മുഖത്തിൻ്റെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കവർ ആവുന്നത്. നമ്മുടെ അമ്മമാരിലൊക്കെ പ്രത്യേകം നോക്കി അറിയാൻ പറ്റും. അത് വലിയൊരു പാടായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അതിനെ റിമൂവ് ചെയ്യാം, അല്ല അതിന് തുടക്കമാണെങ്കിലും അതിനെങ്ങനെ നമുക്ക് തടഞ്ഞതിനെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മെയിനായിട്ടുള്ള ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ പോവില്ല. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ആക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആസിഡോ അതൊക്കെ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ നിയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സ്കിൻ കെയറിൻ്റെ. അങ്ങനെ പ്രത്യേകം അതിന് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സെറം അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് നമ്മൾ വെറുതെ ഒരു പരസ്യം കണ്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് കറക്റ്റായിട്ടുള്ള ആക്റ്റീവ്സ് വേണം നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഒരുപാട് ആക്റ്റീവ്സും ഒരുപാട് സെറംസും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ പ്രശ്നത്തിന് എന്ത് സെറം യൂസ് ചെയ്യണം അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണിത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ പ്രശ്നം നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണ്. അപ്പം ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൂട്ടീനായിട്ട് എന്തൊക്കെ രാവിലെ മുതൽ രാത്രി വരെ എങ്ങനെ നിങ്ങളത് കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു പ്രാവശ്യം 2 ദിവസമോ ചെയ്താൽ അതിൻ്റെ ഒരു ബലം കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ബലം ഉണ്ടാവും. ആ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു റൂട്ടീനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസിങ് ആണ്. മുഖം കഴുകുക, നന്നായിട്ട് മുഖം കഴുകുക. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകുക. ഏതൊരു പ്രത്യേകിച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർ വെറുതെ ഒരു ഫേസ് വാഷ് വെച്ച് മുഖം കഴുകരുത്. നമ്മളൊരു ഫേസ് വാഷ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് മാത്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് സ്ക്വാലിൻ, ഞാനതിവിടെ എഴുതി കാണിക്കാം നിങ്ങളുടെ എളുപ്പത്തിന്. ഒന്ന് സ്ക്വാലിൻ, രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് ഗ്ലിസറിൻ. ഈ ഒരു 2 പ്രൊഡക്റ്റും അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ ടാർഗറ്റ് ചെയ്തത് അതിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ടുള്ള, അതായത് നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ വലിയുന്ന രീതിയിലുള്ള ഫേസ് വാഷസ് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ പേര് എഴുതി കാണിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ 2 ലിങ്ക്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നന്നായിട്ട് മുഖം കഴുകുക. മുഖം കഴുകിയതിന് ശേഷം രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൽഫ ആർബ്യൂട്ടിൻ 2% എന്ന് പറഞ്ഞൊരു സെറാണ്. അപ്പം ഇതൊരു ആക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു സെറം ചെറിയൊരു കുപ്പിയിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുഖം കഴുകുക. സെക്കൻഡ്, നമ്മൾ ഈ ഒരു സെറം നമ്മുടെ എവിടെയാണോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെ നമ്മൾ നന്നായിട്ട് പരട്ടി കൊടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന ഏറ്റവും വലിയൊരു ഗുണം, നല്ലൊരു സെറാണ്, പിഗ്മെൻറ്റേഷന് ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിലും നമ്മൾ വെറുതെ ഒരു വൈറ്റമിൻ സിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. വൈറ്റമിൻ സി വിത്ത് 12% അസ്കോർബിക് ആസിഡ്, ഈ സാധനം അടങ്ങിയിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ള ഈ 2 കോമ്പിനേഷൻ വരുമ്പോഴാണ് അവിടെ അത് ഫലപ്രദമാവുന്നത്. നമ്മൾ വെറുതെ ഒരു വൈറ്റമിൻ സിയുടെ പരസ്യം കണ്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഗുണം ഉണ്ടാവില്ല. അപ്പോൾ വൈറ്റമിൻ സി വിത്ത് 12% അസ്കോർബിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു സെറം നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ഇതും നമ്മുടെ AM റൂട്ടീനിൽ നമ്മൾ ആഡ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ്. ഇനി ഇതിന് ശേഷം നമുക്ക് അറിയാവുന്നതാണ് ഇതാണ് അതിൻ്റെ കറക്റ്റ് ലെയറിങ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. മോയ്സ്ചറൈസറും ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമുക്കത് കളയാൻ പറ്റില്ല. ഈവൻ ഓയിലി സ്കിന്നുകാർക്കും എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസർ വിത്ത് സെറമൈഡ്സ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ബ്രൗൺ സ്കിൻ ടൈപ്പ് ഉള്ളവർ, കാരണം അവർക്ക് ഓട്ടോമാറ്റിക്കലി സെറമൈഡ്സ് കുറവായിരിക്കും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭംഗിയും ആ ഒരു ഗ്ലോ ഒക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസേഴ്സ് വിത്ത് സെറമൈഡ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ
AM റൂട്ടീൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സൺസ്ക്രീൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു കരിമംഗലം വരുന്നതിൻ്റെ ഏറ്റവും വലിയ റീസണും ഈ നമ്മൾ UV ഡാമേജ് തന്നെയാണ്. അതായത് നമ്മൾ വെയിലത്തിറങ്ങി നടക്കുക, സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാണ്ട് വെയിലത്തിറങ്ങി നടക്കുക, അങ്ങനെയൊക്കെയാണ് വൺ ഓഫ് ദ റീസൺസ് ഇത് വരാനുള്ള. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും സൺസ്ക്രീൻ നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യാം. സൺസ്ക്രീൻ എന്ന് പറയുമ്പം UV 50 അതായത് SPF 50++ ആയിട്ടുള്ള സൺസ്ക്രീൻ വേണം എടുക്കാനായിട്ട്. ഇനി അതാണ് നമ്മൾ ആ ഒരു AM റൂട്ടീൻ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നോർമൽ പുറത്തൊക്കെ പോയി തിരിച്ചു വന്ന് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ് ഇതെല്ലാം നമ്മൾ കഴുകി കളയണം. അതായത് അല്ലെങ്കിൽ ആക്റ്റീവ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അത് വേറെ പ്രശ്നങ്ങളാവും, നമുക്ക് ആക്നെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കിടക്കണേക്കാൾ മുന്നേ നമ്മളിതെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും 25+ ഒരു ലേറ്റ് 20s ഉള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റെറ്റിനോളും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റെറ്റിനോളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഫൈൻ റിങ്കിൾസ്, ലൈൻസ് അല്ലെങ്കിൽ ഉള്ളതൊക്കെ അതിനെയൊക്കെ അതിൻ്റെ മേലെ കൊളാജനൊക്കെ വന്ന് അത് ശരിയാക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ് റെറ്റിനോൾ. അതും ഒരു ആക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ PM റൂട്ടീനിൽ മുഖം കഴുകി കഴിഞ്ഞിട്ട് റെറ്റിനോൾ ആഡ് ചെയ്യാം. ഇതിൻ്റെ എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് കുറച്ച് ടെക്നിക്കലാണ്, കുറേ പ്രൊഡക്ട്സിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പക്ഷെ എല്ലാത്തും സിംപ്ലിഫൈ ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പേജിൽ പോയിട്ട് അത് നോക്കി വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വെറുതെ ഒരു പരസ്യം കാണുക അല്ലെങ്കിൽ ഈ ഒരു നടി കാണിക്കണോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റും മേടിക്കരുത്. നമ്മൾ എപ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി നമ്മുടെ പ്രശ്നത്തിനുള്ള പ്രൊഡക്റ്റ് വേണം മേടിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, ആക്ച്വലി ദോഷമാണ് ഉണ്ടാവുക. അതാണ് എനിക്കും ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ആഗ്രഹം. കാരണം ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മുടെ പ്രശ്നത്തിന് ഏതാണോ വേണ്ടത് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാനത് നോക്കി അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊഡക്ട്സ് എന്ത് യൂസ് ചെയ്യണം ഞാൻ പറയുന്നതായിരിക്കും. ഇത് ഞാനൊരു സ്പോൺസേർഡ് ആയിട്ടുള്ളൊരു കോണ്ടന്റ് അല്ല ചെയ്യുന്നത്, ഞാൻ നോക്കി കണ്ടുപിടിച്ചുണ്ടാക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.